24 ബിഗ് ബ്രേക്കിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ നടത്തുന്ന സിനിമാ കോൺക്ലേവ് നവംബർ 24-ാം തീയതിയാണ്. 3 ദിവസമായിട്ടായിരിക്കും കോൺക്ലേവ് നടക്കുക. കോൺക്ലേവിന് മുൻപ് സിനിമാ നയത്തിൻ്റെ കരടും തയ്യാറാക്കുമെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. എ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഫ്രം 24. സലീം മാലിക് നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. അതായത് ഈ സിനിമാ കോൺക്ലേവിന് പ്രതിപക്ഷം വലിയ നിലയിൽ വിമർശനം ഉയർത്തുകയും ആ സിനിമാ കോൺക്ലേവ് തടയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സിനിമാ കോൺക്ലേവ് എന്ന പേര് ഒരുപക്ഷെ മാറ്റിയേക്കും. അതിനു പകരം സിനിമാ കോൺഫറൻസ് എന്ന നിലയിലാകും ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നറിയുന്നു. ആ തീയതി നവംബർ 24, 25, 26 ദിവസങ്ങളിലായിരിക്കും ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ തീയതി ലഭിക്കുന്നതിനനുസരിച്ച് ആ കോൺക്ലേവിന്റെ തീയതി തീരുമാനിക്കും. അപ്പോഴും ഈ ദിവസങ്ങളിൽ നിന്ന് മാറാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കോൺക്ലേവ് നടത്തുന്നതിന് മുൻപ് തന്നെ ഒരു സിനിമയുടെ കരട് സിനിമാ നയം രൂപീകരിക്കും. ആ സിനിമാ നയ രൂപീകരണത്തിന് ശേഷം ആ കരട് സിനിമാ നയം ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം അന്തിമ സിനിമാ നയം രൂപീകരിക്കുക ഡിസംബർ അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യമോ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ സിനിമാ കോൺക്ലേവ് എന്ന നിലയിൽ ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാകും സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുക. അത് എത്ര കണ്ട് പ്രതിപക്ഷം വഴങ്ങുമെന്നറിയില്ല. പക്ഷെ അപ്പോഴും ആ നിലയിൽ തന്നെ 300-ലധികം ആളുകളെ സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നുള്ള ആളുകൾ, ഒപ്പം തന്നെ താരസംഘടനകൾ, WCC, ഈ സംവിധായകരുടെ സംഘടനകൾ തുടങ്ങി സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായ ചർച്ച, 3 ദിവസമുള്ള വിശാലമായ ചർച്ച എന്ന നിലയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് അത് വളരെ സജീവമായി തന്നെ പോവുകയാണ്. അതിന്റെ ഭാഗമായി ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ അംഗമായ ലീന അവർ ഇവിടെ കേരളത്തിലേക്ക് എത്തുകയാണ്. കാരണം വിവിധ സംസ്ഥാനങ്ങളിലുള്ള സിനിമാ നയം രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെ ആ നയങ്ങൾ കൂടി നമ്മുടെ സിനിമാ നയത്തിലേക്ക് കൂടി ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താവുന്ന ഒരു ആലോചനയാണുള്ളത്. അതിന്റെ ഭാഗമായി അത്തരം കമ്മിറ്റികളിൽ അംഗമായിരുന്നു ലീന. അതുകൊണ്ട് തന്നെയാണ് ആ ലീനയെ ഇവിടേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നതാണ്. അങ്ങനെ വലിയ നിലയിലുള്ള ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ കോൺക്ലേവിനെ എതിർത്താൽ ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ സിനിമാക്കാരെ വിളിച്ചു നിർത്തിയുള്ള ഒരു ചർച്ചയല്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ നിലയിലുള്ള അഭിപ്രായ സമന്വയം രൂപീകരിക്കുക എന്നുള്ളതാണ്. അത് ഇരയെയും വേട്ടക്കാരനെയും ഒന്നിച്ചിരുത്തി നടത്തിയാൽ തടയും എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അങ്ങനെ ഇരയെയും വേട്ടക്കാരനെയും ഒന്നിച്ചിരുത്തുന്ന സമീപനമല്ല. അതിനപ്പുറത്തേക്ക് അതിനൊരു വിശാലാർത്ഥത്തിൽ ഒരു ചർച്ചയിലൂടെ പരിഹാരങ്ങൾ അതല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് മാത്രമാണ് കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അത് കോൺക്ലേവ് അവസാനമല്ല. കോൺക്ലേവ് സിനിമാ നയത്തിന്റെ അന്തിമ രൂപത്തിനായുള്ള ഒരു പാത മാത്രമാണ് എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുന്നു. ആ നിലയിൽ പ്രതിപക്ഷം കോൺക്ലേവിനെതിരെ വലിയ വിമർശനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ തീയതി ഉൾപ്പെടെ തീരുമാനിച്ചുകൊണ്ട് സർക്കാർ കോൺക്ലേവിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. സിനിമാ നയ രൂപീകരണവും ആ നിലയിൽ തന്നെ നടക്കുന്നു. മാത്രമല്ല, അതിനു മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ നിലയിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. അതേസമയം ഈ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങളും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള നമുക്ക് അറിയേണ്ടത് ഈ കോൺക്ലേവ് അത് കോൺഫറൻസ് എന്ന പേരിൽ മാറ്റിയാൽ അത് പ്രതിപക്ഷം തടയുമോ അതല്ലെങ്കിൽ പ്രതിപക്ഷം അതിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. SKN.